എന്തിനാ ഈ ചതയൻ ജന്തു എന്ന് വിളിക്കുന്നത്? ചതിക്കാത്ത ജന്തു എന്ന് വിളിക്കാൻ ഞാൻ ജയസൂരി അല്ലല്ലോ. ഇത് ചതിയൻ ജന്തുവാണ്. അല്ല എന്തിനാണ് അങ്ങ് ഇപ്പൊ എന്താ ഇങ്ങോട്ട് വരാൻ കാര്യം? എനിക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ വേണം. ഞാൻ എൻട്രി ആയപ്പോ ഒരു പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. എനിക്കത് ചില സംശയങ്ങളുണ്ട്. ചോദിക്കൂ. ഈ ചന്ദന ലേപ സുഗന്ധം ചൂടിയതാര്? എ കാറ്റ്, ബി കാമിനി, സി ഇതൊന്നുമല്ല. അതിന്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് വേണം. അതെ, ഉണ്ണിയാർച്ചയുടെ അടുത്ത് ചോദിക്കായിരിക്കും നല്ലത്, കിട്ടിക്കോളും. വേണ്ട, നമുക്കിത് വേണ്ടേ? വേണ്ടേ? എ കാറ്റ്, ബി കാമിനി, സി ഇതൊന്നുമല്ല. നവ്യ കോട്ടെ, അത് വിടും. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. എന്റെ വർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് ആരാണ്? നിങ്ങളെ വർണ്ണപ്പെട്ടി എന്ന് പറയുന്നത് വരിയില്ലല്ലോ. അതെന്ത് വർണ്ണപ്പെട്ടി? എന്റെ വർണ്ണപ്പെട്ടി, മൈ വർണ്ണപ്പെട്ടി. എന്റെ വർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് ആര്? ഓപ്ഷൻ എ യൗവനം, ബി ഋതു, സി ദേവത, ഡി ഇതൊന്നുമല്ല. ഇതൊന്നുമല്ല. സത്യത്തിൽ നിങ്ങൾ എല്ലാവരും എന്നെ ചതിയൻ ചന്തു എന്ന് വിളിക്കുന്നു. സത്യത്തിൽ ഈ ജീവിതത്തിൽ ഞാനാണ് ചതിക്കപ്പെട്ടിരിക്കുന്നത്. അതെങ്ങനെയാ? ചന്തുവിന്റെ വേഷവും കെട്ടി ഈ വാമനന്റെ വേഷവും എനിക്ക് അണിയിച്ചെന്ന ഈ കോസ്റ്റ്യൂമർ എന്നെ ആദ്യം ചതിച്ചു. വിനീതും ജോമോളും നിൽക്കുന്നു. നീ ഈ വേഷവും കെട്ടിച്ചെന്നാൽ നിനക്ക് വലിയൊരു ഇമ്പാക്ട് കിട്ടുമെന്നും പറഞ്ഞ് ഈ ഷോയുടെ ഡയറക്ടർ എന്നെ ചതിച്ചു. ഈ എൻട്രിയിൽ ആവശ്യത്തിന് കോമഡി ഉണ്ടെന്നും പറഞ്ഞ് എന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്നെ ചതിച്ചു. ഇതും പോട്ടെ, മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ണാടിയിലിട്ട് നോക്കൂ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോ ആഹാ മമ്മൂട്ടി നിൽക്കുമെന്നും പറഞ്ഞ് മേക്കപ്പ് മാൻ എന്നെ ചതിച്ചു. തോൽവികളെ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. മടങ്ങിപ്പോ മക്കളെ, മടങ്ങിപ്പോ. ഇതാണ് സിനിമയിലെ ഡയലോഗ്. ഞാനിത് ചെറുതായിട്ടൊന്ന് തിരുത്തുന്നു. മടങ്ങിപ്പോവാ മക്കളെ, മടങ്ങിപ്പോവാ. അടുത്ത എപ്പിസോഡിൽ ഇതേപോലൊരു വേഷം കെട്ടുമായിട്ട് വരാം. കാണാം. കേട്ടോ. അല്ല, ഫണ്ണായിരുന്നു. നമ്മുടെ ഭാഗത്ത് സീരിയസ് ആയിട്ട് എടുക്കരുത്. നമ്മളൊരു ഫണ്ണായിട്ട് ത്രൂ ഔട്ട് നിങ്ങളും ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും നേരിട്ട് പറയാനെങ്കിൽ ഇപ്പൊ പറയാം. എന്താ പോണോ? നിന്ന് മേടിച്ചിട്ട് പോയാ മതി, ചൂടോടുകൂടി. എന്നാ മമ്മൂക്കയുടെ മുന്നിൽ പോയി പെടണം കേട്ടോ. അങ്ങനെ ചെയ്തില്ലല്ലോ. ഇച്ചിരി വയറുണ്ടായിരുന്നെങ്കിലും അത് ഞാൻ പറഞ്ഞല്ലേ, വെള്ളം കുടിച്ചാണ് നീന്തി വന്നപ്പോ എനിക്ക് വർക്കായി. ഓക്കെയാണ്, സെറ്റാണ്. പിന്നെ അല്ല, അപ്പൊ ജൂനിയേഴ്സിനെ നമ്മൾ കാണിച്ചു, തമാശയായിട്ടുള്ള ഒരു ചന്തുവിനെ നമ്മൾ കാണിച്ചു കേട്ടോ. ശരിക്കും ആദ്യമായിട്ടായിരിക്കും ലൈക് ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഒരു റിലീസ്, ഒരു പ്രൊമോഷൻ നടക്കുന്നത് കേട്ടോ. വി ആർ സോ മച്ച് ഹാപ്പി. നമ്മുടെ സൂപ്പർ ഷോന്റെ ഭാഗമായിട്ട് ഒരു ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാനായിട്ട് ഇവിടെ എത്തിയല്ലോ. തീർച്ചയായിട്ടും ഇതൊരു അസുലഭമായിട്ടുള്ള നിമിഷമാണ്. വല്ലപ്പോഴുമാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുക. ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രൊമോഷൻ ആയിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് വരുന്നു. അതുപോലെ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കും ഇത് മസ്റ്റ് വാച്ച് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഭാഗ്യമല്ലേ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ ആ ഒരു കുഞ്ഞുപ്രായം ഇവർക്ക് തന്നെ ലൈക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുക അല്ലേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളുടെ കൂടെ പോയിരുന്ന് കാണാം. മക്കളുടെ കൂടെ പോയിരുന്ന് കാണാൻ വലിയൊരു ഭാഗ്യമാണ്. പ്ലസ് കുതിരയ്ക്ക് മുതിര കൊടുക്കാൻ കുതിരയ്ക്ക് മുതിര കൊടുക്കുന്നതിന് മുമ്പായിട്ട്. അപ്പൊ എന്തായാലും ഇവരുടെ കുട്ടിക്കാലത്ത് ഇവരോടൊപ്പം കളിച്ചു വളർന്ന 2 പേരും കൂടെ ഇന്ന് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ബിയോൺ ആൻഡ് അംബ്ലി. ഇവരൊക്കെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ ഒരുപാട്. അതായത് എന്താ പറയാ, കുട്ടി
കുട്ടിക്കാലത്ത് ആ ഒരു ക്യൂട്ട് ചബ്ബി ഫേസ് ആണ് നമുക്ക് ശരിക്കും അമ്പിളിയുടെ മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഓർമ്മ വരണേ. എന്താ തോന്നുന്നു? ഈ കാലത്ത് എന്റെ കൂടെ ഏറ്റവും കൂടുതൽ പെയർ ചെയ്ത് അഭിനയിച്ച ആളാ. പെയർ ചെയ്ത് അഭിനയിച്ച ആളാ, അങ്ങനെയുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ബിയോണ്ട് ആൻഡ് അമ്പിളിയും കൂടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റിൽ? എന്താ പറയാനുള്ളേ? ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ശ്രീധരന് മനസ്സിലായില്ലേ, ദിലീപേട്ടന്റെ ആസ്ഥാന പെങ്ങളാണ് ഞാൻ. അതെ അതെ, വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ പടമായിരുന്നു വടക്കം വീരഗാഥ. 36 കൊല്ലം കഴിഞ്ഞിട്ട് ആ പടം റിലീസാവുകയാണ്. ആ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നും പരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് വരാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ആ ഒരു ക്ലാസിക് റീ റിലീസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രേക്ഷകരും ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. എന്റെ കുതിര ഇന്ന് വിഷമിക്കുന്നു. സിനിമയുടെ റീ റിലീസിന് പോണ്ടോ? ഓക്കെ, ബൈ. ഇനി കുതിരയ്ക്ക് മുതിര എടുത്തോളൂ. സിസേ, അത് തുറക്കില്ല. ഹലോ ഹലോ, ഞങ്ങള് പറയേണ്ട തുറക്കില്ല. സിസേ, പുള്ളി വീണ്ടും ചതി. മമ്മൂക്ക അങ്ങനെ വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയപ്പോ ഗേറ്റ് അടച്ച് വീണ്ടും നമ്മളെ തോൽപ്പിച്ചു. മമ്മൂക്ക കണ്ടാലോ എന്നുള്ള ടെൻഷനിൽ ഓടാൻ പോയതാ. ഞങ്ങള് പറഞ്ഞാലേ അത് തുറക്കൂ. തുറക്കാൻ എടാ നിന്ന് പുഴുങ്ങാടാ. എന്ത് വിധി ഇത്? ഇനി തുറക്കും ഒഫീഷ്യലി. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു, താങ്ക് യു. ഒരു അച്ചാമ്മ ചേട്ടത്തി നമ്മുടെ സി കേരളം സൂപ്പർ ഷോന്റെ ഈ ഒരു ഫ്ലോറിൽ പിങ്ക് സ്റ്റേജിൽ കറങ്ങി നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ അച്ചാമ്മ ചേട്ടത്തിയുടെ ഓണർഷിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പറയണം. അതല്ല, നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള സിമിലർ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതും ഒന്ന് നോട്ട് ചെയ്തേക്കൂ കേട്ടോ. കണ്ടുനോക്കാം. ഞാൻ പള്ളി പോയ സമയം നോക്കി മെയിൻ സ്വിച്ച് ഓഫാക്കി മെഴുകുതിരിയും കത്തിച്ചു വെച്ച് പ്രണയിച്ച് അങ്ങ് പരപ്പുറത്ത് കയറാൻ നോക്കുന്നോടി. കല്യാണം കഴിഞ്ഞ് 3 മാസമായി സ്വസ്ഥമായിട്ട് ഇതുവരെ കട്ടലിന്റെ പുറത്തോട്ട് കയറാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെയാണ് അങ്ങ് പെരപ്പുറത്ത്. നിന്റെ അപ്പം തരാനുള്ള ഷെയർ മുഴുവൻ തരാതെ നിങ്ങൾ രണ്ടുപേരും ഒരു കട്ടിലേക്ക് കിടന്നു ഉറങ്ങത്തില്ല. ഇത് കുട്ടിയമ്മയുടെ വാക്കാം. അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഷെയർ തരാന്ന്. അല്ലോടി പിന്നല്ലേ നമ്മുടെ ചക്കച്ചാപ്പറമ്പിൽ നിൽക്കുന്ന ആ വലിയ തേക്ക് വിട്ടിട്ട് അമ്മച്ചീനെ കാശ് തരാന്ന് പറഞ്ഞതല്ലേ. ഇവളുടെ അപ്പന്റെ വീട്ടിൽ വരാ ചക്കച്ചാമ്പറമ്പിൽ നിൽക്കുന്ന തേക്ക് കഴിഞ്ഞ ത്രാമഴയ്ക്ക് ഒറ്റ മിന്നലിന് നിന്ന് കത്തി ചാരമായി. പിന്നെ അത് എവിടെ നിർത്തിട്ട് വരാനാ? ഒരു തേക്കല്ലേ പോയുള്ളൂ. അതിന് പകരം 6 തേക്കിന്റെ തയ്യ അവിടെ തട്ടു വെച്ചാക്കണത്. അത് വിറ്റിട്ടാണെങ്കിലും അമ്മച്ചിയുടെ ഷെയർ തരും. ആ തേക്ക് വെട്ടാറാകുമ്പോ നീ മണ്ണിനടിയിലാവും. അന്നേരം അവന്റെ ചക്കച്ചാമ്പറമ്പ്. ഞങ്ങളുടെ ചക്കച്ചാപ്പറമ്പിലെ കുറ്റം പറഞ്ഞു, നിങ്ങളുടെ ചേനപ്പറമ്പിലേക്കാളും കൊള്ളാം. എന്താടി എന്റെ ചേനപ്പറമ്പ് വീട്ടുപേരിൽ എന്താടി കുഴപ്പം? ഞങ്ങൾ അന്തസ്സുള്ളവരാ, പറഞ്ഞ വാക്ക് പാലിക്കും. ഒരു ചക്ക ഒരു ചേന, ഈ ചക്കയുടെ ചേന ഇടയ്ക്ക് കിടക്കണം. ഞാൻ ആരാ? അത് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നാനക്കിഴങ്ങ്. ദൈവമേ, ഈ കിഴങ്ങി ഇവിടെ കിടന്ന് പുഴുകത്തെ. ഞാനൊരു കാര്യം പറയാം. കല്യാണം കഴിഞ്ഞ് 3 മാസമായിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പോലും നിങ്ങൾ അമ്മ സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ ഒരാണാണോ? ഒരു മിനിറ്റ്, ആധാർ കാർഡിൽ മെയിലുന്നാ കിടക്കണേ. എന്റെ മനുഷ്യ, നിങ്ങളൊരാണല്ലേ? അതുകൊണ്ട് ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. മാറടി, പുരുഷനാടിയാൽ പുരുഷൻ ഇല്ല തെളിയിക്കും ഞാൻ. അമ്മച്ചി
ഈ സാധനം ഒന്ന് ഒഴിവാക്കി തരണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയായിരുന്നു. 3 മാസമില്ല അമ്മേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. 3 മാസമായിട്ട് അവളോരോടത്ത് ഞാൻ വേറെ റൂമിലുമല്ലേ. ഇന്ന് എനിക്കൊരു തീരുമാനം അറിയണം. ഞങ്ങൾക്ക് 2 പേർക്ക് കിടക്കാൻ ഇന്നിവിടെ ഒരു റൂം തരണം. AC വേണോ നോൺ AC വേണോ? ഞാൻ പറഞ്ഞില്ലേ പാവം അമ്മിച്ചു ചോദിക്കുന്നു AC വേണോ നോൺ AC വേണോ? AC മതി. AC ചോദിക്കുമ്പോ റൂം എടുത്ത് തരാൻ ഇത് സുനന്ദ ലോഡ്ജ് അല്ല. ഇത് കുട്ടിയമ്മ അധ്വാനിച്ച് കഷ്ടപ്പെടുന്നോട്ടൊക്കെ എന്റെ വീടാണ്. എന്നാ പിന്നെ നിങ്ങൾ ആ വീട് കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നോ, ഞാൻ എന്റെ വീട്ടിൽ പോയി ജീവിച്ചോളാം. അത് പറഞ്ഞത് ഒരു കാര്യം. ആ കൊച്ചിന്റെ വീട്ടിൽ പോണെന്ന് പറയുമ്പോ ഞാൻ കൊണ്ടുവന്നാക്കണ്ടേ? അതല്ലേ നാട്ടു നടപ്പ്. പോയി വെച്ച് വരാവേ. നടക്കണേ. നിക്കടാ അവിടെ. വീട്ടിൽ കൊണ്ടാക്കാൻ പോകുന്നു ഇവൻ. ഈ മണം അടിച്ച് ഇവളുടെ വീട്ടിൽ പോയി പൊറുക്കും. എന്നിട്ട് എനിക്ക് കിട്ടാനുള്ള ഷെയർ കിട്ടത്തില്ല. എടി ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ പൂതി നടക്കത്തില്ല. ഇതെന്തൊരു കഷ്ടമാണ്. കഷ്ടമാണ് എന്റെ തീരുമാനമാണ്. നീ എന്താ ഇവിടെ വായി നോക്കി നിൽക്കുന്നത്? സമയം എത്രയെന്ന് അറിയാവോ? കിടക്കണ്ടേ? എടി നേരത്തെ കിടന്നെങ്കിലേ നേരത്തെ എണീക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ഇന്ന് നീ അമ്മച്ചിയുടെ കൂടെ തന്നെ നമ്മുടെ ഒരു വിധിയെ. ആ ഭാഗ്യകീറിയ ദൈവം ഏറെ തരാതിരിക്കൂലല്ലോ. ഇന്നെങ്കിലും എനിക്ക് ആ ഇര കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ പാവല് ചീറും. അറിയാമോ? എന്നാലും അമ്മച്ചിയുടെ കൂടെ കിടക്കണ കാര്യം ആലോചിക്കുമ്പോ ഒരു ചെറിയ കൂർക്കമ്പലിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. കൂർക്കമ്പലി മാത്രമായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഈ പറമ്പിൽ കിടക്കണ കപ്പയും ചക്കക്കുരും ഒക്കെ വെട്ടി വിഴുങ്ങിട്ടെ മറ്റേ പറക്കണ പുതപ്പിന്റെ അടിയിലാണ് ഞാൻ എന്നും കിടന്ന് ഉറങ്ങണത്. അപ്പൊ അമ്മച്ചി മാത്രമല്ല നമ്മുടെ ശത്രു. പറമ്പിലുള്ള കപ്പയും പരിക്കപ്ലാവും വരെ നമ്മുടെ ശത്രു. ഇന്ന് ഞാനത് മൂടോടെ പറിച്ചെറിയും. പോട്ടെ നേരം കാറ്റിന്റെ വാതിൽ ചാരാതെ പോകുന്നു. മാമ്പൂക്കൾ പൂക്ക നീഹാരം പെയ്യാരാവെന്തേ നീറുന്നു. കുരിശ് വരച്ചിട്ട് കിടക്കണം. ദുഷ്ടപിശാചിന്റെ ശക്തിയുള്ള വീടാണ്. പാതിരാത്രിക്ക് എവിടുന്ന് പിശാച് വന്ന് കയറുന്നെന്ന് അറിയത്തില്ല. കർത്താവേ, ഇന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി, സ്തുതി, സ്തോത്രം, ആരാധനയും. അമ്മച്ചിയെ കെട്ടി പിടിച്ച് കിടന്നോണം കേട്ടാ. ഈശോയെ അവളുടെ ചക്കച്ചാൻ പറമ്പിലെ തേക്ക്. ഞാൻ ജീവിയോടെ ഇരിക്കുന്നിടത്തോളം കാലം 2 പേരും ഒരു കെട്ടിലേക്ക് കിടക്കയില്ല. സിസിലിക്കുട്ടി. സിസിയെ, എന്റെ അമ്മച്ചിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നേടി. അത് വനക്കത്തില്ല. അയ്യോ എന്റെ ഈശോയെ, ഇനി പള്ളി പോണെങ്കിൽ രാവിലെ 3 മണിക്ക് അലാറം വെക്കണം. സിസിലിക്കുട്ടി, ചക്കച്ചപ്പറമ്പിലെ തേക്ക് തരാം. ഈ പാതിരാത്രി കയറി വന്നത് നിന്റെ അപ്പന്റെ തേക്ക് കാണാനല്ല. അമ്മച്ചി ഉറങ്ങി വാ. എനിക്ക് പേടിയായിച്ച. എന്തിനു പേടിക്കണേ? ഞാനില്ലേ അപ്പുറത്തേക്ക് പോവാ. എന്തിനാ പേടിക്കണേ? വാ, ഇവിടെ കിടന്ന് ലാഗടിക്കുന്ന സമയം മതിയില്ലേ അവിടെ പോയിട്ട് വരാൻ.